എവർഗ്ലെൻ വനത്തിന്റെ ഹൃദയഭാഗത്ത് ഫിൻ കണ്ടെത്തലിനുള്ള വൈദഗ്ധ്യമുള്ള സജീവമായ അണ്ണാൻ ഒരു ഉയർന്ന ശാഖയിൽ ഇരിക്കുന്നു. വില്ലോ, കത്തുക. വേഗം വാ. പുറംതൊലിയുടെ ഒരു തുണ്ട് ഉയർത്തിക്കൊണ്ട് അയാൾ വിളിച്ചു. തിളങ്ങുന്ന ആംബർ കണ്ണുകളുള്ള ഒരു ജ്വലിക്കുന്ന കുറുക്കൻ അണ്ടർബ്രഷിലൂടെ കുതിച്ചു. അതേസമയം ജാനിയായ പഴയ മുള്ളൻ പന്നിയായ വില്ലോ കൂടുതൽ ജാഗ്രതയോടെ സഞ്ചരിച്ചു. സങ്കീർണമായ കൊത്തുപണികൾ കൊത്തിവച്ച പുറംതൊലി ഫിൻ ഉയർത്തിപ്പിടിച്ചു. ഇതൊരു ഭൂപടമാണ്. അത് ലോസ്റ്റ് ക്ലിയറിംഗിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വില്ലോ അടയാളങ്ങളിൽ കണ്ണിറുക്കിക്കൊണ്ട് അവളുടെ കണ്ണട ക്രമീകരിച്ചു. ദി ലോസ്റ്റ് ക്ലിയറിംഗ്. അത് അതിരുകളില്ലാത്ത മാന്ത്രികതയുടെ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു പഴയ കഥ മാത്രമാണ്. ബ്ലേസിന്റെ വാൽ വിറച്ചു. പഴയ കഥകൾ ഏറ്റവും മികച്ച തരത്തിലുള്ള സാഹസികതയാണ്. നമുക്ക് പോകാം. മടിച്ചുനിന്നെങ്കിലും വില്ലോയ്ക്ക് കൗതുകത്തിന്റെ ആകർഷണത്തെ ചെറുക്കാൻ കഴിഞ്ഞില്ല. മുന്നോട്ടുള്ള പരീക്ഷണങ്ങളെക്കുറിച്ച് അറിയാതെ മൂവരും പുറപ്പെട്ടു. അവർ കൂടുതൽ ആഴത്തിലേക്ക് പോകുന്തോറും വനം അപരിചിതമായി വളർന്നു. മഴ പെയ്തില്ലെങ്കിലും ഇലകൾ മഞ്ഞുവീഴ്ചയുള്ളതുപോലെ തിളങ്ങി. ഒരു മൃദുവായ മുഴക്കം വായുവിൽ നിറഞ്ഞു. മരങ്ങളിൽ നിന്ന് മങ്ങിയ ശബ്ദങ്ങൾ വരുന്നതായി തോന്നി. നീ കേൾക്കുന്നുണ്ടോ? ചുളിവുകൾ മിന്നിമറയുന്നുണ്ടായിരുന്നു. ചെവികൾ കുലുങ്ങുന്നുണ്ടായിരുന്നു. ഇതാണ് കാട്, വില്ലോ ഗൗരവത്തോടെ പറഞ്ഞു. എവർഗ്ലെനിന്റെ ഈ ഭാഗത്ത് അത് സജീവമാണ്. മാന്ത്രികത ഇവിടെ കൂടുതൽ ശക്തമായി വളരുന്നു. ഈ ഭൂപടം അവരെ വെള്ളിനിറമുള്ള മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു വളഞ്ഞ പാതയിലേക്ക് നയിച്ചു. ഫിന്നിന്റെ മൂർച്ചയുള്ള കണ്ണുകൾ ട്രങ്കുകളിൽ മങ്ങിയ തിളങ്ങുന്ന വിചിത്രമായ റണ്ണുകൾ കണ്ടു. ഇത് സ്വാഭാവികമല്ല, അദ്ദേഹം പിറുപിറുത്തു. വഴി വളയുകയും തിരിയുകയും ചെയ്തു. പരിചിതമായ എന്തിലും നിന്ന് അവരെ കൂടുതൽ ആകർഷിച്ചു. മങ്ങിയ വെളിച്ചത്തിൽ സ്പന്ദിക്കുന്ന പുരാതന ചിഹ്നങ്ങൾ കൊത്തിയെടുത്ത ഒരു വലിയ കല്ല് കമാനത്തിന് മുന്നിൽ മൂവരും വിസ്മയത്തോടെ നിന്നു. കമാനത്തിനപ്പുറം വനം വ്യത്യസ്തമായി തോന്നി, കൂടുതൽ തിളക്കമുള്ളതും എന്നാൽ അതിശയകരമാംവിധം ശാന്തവുമായിരുന്നു. ഇതാണ് വഴി എന്ന് തോന്നുന്നു, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ട് ബ്ലേസ് പറഞ്ഞു. ഫിൻ മടിച്ചു. അത് ഒരു കെണിയാണെങ്കിൽ? വില്ലോ ഫിന്നിന്റെ തോളിൽ സ്ഥിരതയുള്ള ഒരു കാൽവെട്ട് വച്ചു. അപകടസാധ്യതയില്ലാതെ മുന്നോട്ടു പോകാനില്ല. അവളുടെ ശബ്ദം ശാന്തമായി അവൾ പറഞ്ഞു. അവർ കമാനത്തിനടിയിൽ കടന്നുപോകുമ്പോൾ കാറ്റിന്റെ ഒരു തിരക്ക് അവർക്ക് ചുറ്റും കറങ്ങി. വായു കൂടുതൽ ഭാരമുള്ളതായി തോന്നി. കമാനത്തിന് പുറമുള്ള ലോകം സ്വർണ്ണ വെളിച്ചത്താൽ തിളങ്ങി. മരങ്ങൾ അസാധ്യമായ ഉയരവും മങ്ങിയ തിളക്കവും. കമാനത്തിൽ നിന്ന് അധികം അകലെയല്ലാതെ മൂവരും അവരുടെ പാതയെ തടസ്സപ്പെടുത്തുന്ന പ്രകാശത്തിന്റെ തിളങ്ങുന്ന മതിലിനെ നേരിട്ടു. ഒരു മുഴങ്ങുന്ന ശബ്ദം പ്രതിധ്വനിച്ചു. ലോസ്റ്റ് ക്ലിയറിംഗിൽ പ്രവേശിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഐക്യവും മൂല്യവും തെളിയിക്കണം. 3 കല്ലിപീഠങ്ങൾ നിലത്തുനിന്ന് ഉയർന്നു. ഓരോന്നും ഒരു വെല്ലുവിളി ഉയർത്തി. ഫിൻ ആദ്യത്തെ പീഠത്തെ സമീപിച്ചു. അതിൽ ഒരു കടങ്കർ ഉണ്ടായിരുന്നു. ഞാൻ ജീവിച്ചിരിപ്പില്ല, എന്നിട്ടും ഞാൻ വളരുന്നു. എനിക്ക് ശ്വാസകോശം ഇല്ലെങ്കിലും എനിക്ക് വായു വേണം. ഞാനെന്താണ്? ഒരു നിമിഷം ആലോചിച്ചതിനുശേഷം തീ എന്ന് അയാൾ നിലവിളിച്ചു. പീഠം തിളങ്ങുകയും നിലത്ത് വീഴുകയും ചെയ്തു. വില്ലോ രണ്ടാമത്തെ പീഠത്തെ അഭിമുഖീകരിച്ചു. അത് കല്ലുകൾ നീക്കുന്നതിന്റെ ഒരു പസിൽ അവതരിപ്പിച്ചു. ക്ഷമയോടും തീക്ഷ്ണമായ മനസ്സോടും കൂടി അവൾ അത് പരിഹരിച്ചു. രണ്ടാമത്തെ പീഠം അപ്രത്യക്ഷമായി. ഒടുവിൽ ബ്ലേസ് അവസാനത്തെ പീഠത്തിനു മുന്നിൽ നിന്നു. അതിൽ കടങ്കഥയോ ആശയക്കുഴപ്പമോ ആവശ്യമില്ലായിരുന്നു, മറിച്ച് ധീരതയാണ് വേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന് ചുറ്റുമുള്ള നിഴലുകൾ ജീവൻ പ്രാപിച്ചപ്പോൾ ഒരു ആഴത്തിലുള്ള അലർച്ച ഉയർന്നുവന്നു. പക്ഷേ അദ്ദേഹം ഉറച്ചുനിന്നു. അദ്ദേഹത്തിന്റെ ധൈര്യം അചഞ്ചലമായിരുന്നു. അവസാനത്തെ പീഠം മുങ്ങി. തടസ്സം ഇല്ലാതായി. ഈ പാത മൃദുവായതും വർണ്ണാഭമായതുമായ പ്രകാശം പരത്തുന്ന ഒരു വൃത്താകൃതിയിലുള്ള കുളത്തിലേക്ക് നയിച്ചു. കാറ്റ് കുലുങ്ങിയില്ലെങ്കിലും അതിന്റെ ഉപരിതലം വിറച്ചു. ഫിൻ കൂടുതൽ അടുക്കുകയും വെള്ളം തിളങ്ങാൻ തുടങ്ങുകയും ചെയ്തു. സൂക്ഷിക്കുക, വില്ലോ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഫിൻ വെള്ളത്തിൽ സ്പർശിച്ചപ്പോൾ അത് ഒരു ചിത്രം രൂപപ്പെടുത്തി. ക്ലിയറിംഗിന്റെ കേന്ദ്രത്തിന്റെ ഒരു ഭൂപടം. ഇത് നമുക്ക് വഴി കാണിക്കുന്നു. തന്റെ ആവേശം പകർച്ചവ്യാധിയാണെന്ന് ഫിൻ ആശ്ചര്യപ്പെട്ടു. കുളത്തിൽ നിന്ന് അകന്നുപോകുന്ന മങ്ങിയ പാതകൾ ബ്ലേസ് ശ്രദ്ധിക്കുകയും പതുക്കെ അലറുകയും ചെയ്തു. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, അദ്ദേഹം പറഞ്ഞു. സംഘം മുന്നോട്ട് നീങ്ങി, ഇപ്പോൾ കൂടുതൽ ജാഗ്രതയോടെ. അവർ ഒരു ഇടതൂർന്ന തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ ഒരു തണുത്ത അലർച്ച പ്രതിധ്വനിച്ചു. നിഴലുകളിൽ നിന്ന് തിളങ്ങുന്ന ചുവന്ന കണ്ണുകളും അർദ്ധരാത്രി പോലെ ഇരുണ്ട രോമങ്ങളുമുള്ള ഒരു വലിയ മൃഗം ഉയർന്നുവന്നു.
അതിന്റെ നഖങ്ങൾ ലോഹം പോലെ തിളങ്ങുകയും അതിന്റെ സാന്നിധ്യം ഭീഷണിയുണ്ടാക്കുകയും ചെയ്തു. പല്ലുകൾ ഉയർത്തിക്കൊണ്ട് ബ്ലേസ് സുഹൃത്തുക്കൾക്ക് മുന്നിൽ സംരക്ഷണാത്മകമായി കാലെടുത്തുവച്ചു. പിന്നോട്ട് നിൽക്കൂ, അയാൾ കുരച്ചു. മൃഗം മുട്ടുകുത്തി. പക്ഷേ ഫിൻ ഒരു ഉയർന്ന ശാഖയിലേക്ക് ചാടി അതിനെ അകോൺ ഉപയോഗിച്ച് എറിഞ്ഞു, അതിനെ വ്യതിചലിപ്പിച്ചു. വില്ലോ വേഗത്തിൽ ചിന്തിച്ചുകൊണ്ട് ഒരു വഴിതിരിച്ചുവിടൽ സൃഷ്ടിക്കാൻ ഒരു മുൾപടർപ്പിന് കീഴിൽ ഉരുട്ടി. മൂർച്ചയുള്ള പല്ലുകൾ തോളിൽ മേഞ്ഞുകൊണ്ട് ബ്ലേസ് ഈ ജീവിയുടെ നേരെ ചാടാൻ അവസരം ഉപയോഗിച്ചു. മൃഗം വീണ്ടും നിഴലേക്ക് പിൻവാങ്ങി. പോയിട്ടുണ്ടോ? വിറയ്ക്കുന്ന ശബ്ദത്തിൽ ഫിൻ ചോദിച്ചു. തൽക്കാലം, വില്ലോ മറുപടി പറഞ്ഞു. എന്നാൽ നമുക്ക് വേഗം വേണം. മണിക്കൂറുകൾ നീണ്ട ജാഗ്രതയോടെയുള്ള ട്രെക്കിംഗിനു ശേഷം മൂവരും ലോസ്റ്റ് ക്ലിയറിംഗിൽ എത്തി. സ്വർണ വെളിച്ചത്തിൽ കുളിക്കുന്ന ഒരു വിശാലമായ പുൽമേടും മൃദുവായി തിളങ്ങുന്ന പൂക്കളും അതിന്റെ മധ്യത്തിൽ ആകാശത്തെ സ്പർശിക്കുന്നതായി തോന്നുന്ന ഒരു മരവും. ആ രംഗം വിസ്മയകരമായിരുന്നു. അതിന്റെ തുമ്പിക്കൈ തിളങ്ങുകയും അതിന്റെ അടിത്തട്ടിൽ പതുക്കെ സ്പന്ദിക്കുന്ന ഒരു സ്വർണവൃത്തം കിടക്കുകയും ചെയ്തു. ദ ഹാർട്ട് ഓഫ് ദ ക്ലിയറിംഗ്, വില്ലോ മന്ത്രിച്ചു. ഫിൻ ഭ്രമണപഥത്തിലെത്തിയപ്പോൾ മരത്തിൽ നിന്ന് ഒരു രൂപം ഉയർന്നുവന്നു. നക്ഷത്രങ്ങൾ പോലെ തിളങ്ങുന്ന കൊമ്പുകളുള്ള ഒരു ഗാംഭീര്യമുള്ള പുള്ളിപ്പുലി. കാടിന്റെ സത്ത മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ഹൃദയത്തെ അവകാശപ്പെടാൻ കഴിയൂ, പുള്ളിമാൻ ഉച്ചത്തിൽ പറഞ്ഞു. അതിന്റെ വെല്ലുവിളി ഉയർത്തിയപ്പോൾ ആനയുടെ കണ്ണുകൾ തിളങ്ങി. വനത്തെ ജീവനോടെ നിലനിർത്തുകയും അതിന്റെ എല്ലാ ജീവജാലങ്ങളെയും ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന ശക്തി എന്താണ്? വെള്ളം, ഫിൻ കുളം ഓർത്തുകൊണ്ട് നിർദ്ദേശിച്ചു. സൂര്യപ്രകാശം, തിളങ്ങുന്ന മരങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ബ്ലേസ് പറഞ്ഞു. വില്ലോ തല കുലുക്കി. അത് അഖ്യമാണ്, അവൾ പറഞ്ഞു. വെളിച്ചവും ഇരുട്ടും, വേട്ടക്കാരനും ഇരയും എല്ലാം തമ്മിലുള്ള സന്തുലിതാവസ്ഥ. ആനയുടെ ഭാവം മൃദുവാക്കുകയും അത് കുനിഞ്ഞു വീഴുകയും ചെയ്തു. നീ ജ്ഞാനിയാണ്. ഹൃദയം നിങ്ങളുടേതാണ്, പക്ഷേ അതിന്റെ ശക്തി നിസ്വാർത്ഥമായി ഉപയോഗിക്കണം. പാമ്പ് അപ്രത്യക്ഷമാകുമ്പോൾ ഭ്രമണപഥം 3 കഷണങ്ങളായി വിഭജിക്കപ്പെടുകയും ഓരോന്നും സവിശേഷമായ ഒരു സമ്മാനമായി മാറുകയും ചെയ്യുന്നു. ഫിന്നിന് ഒരു ക്രിസ്റ്റൽ ഇല ലഭിച്ചു. അത് അദ്ദേഹത്തിന്റെ ചടുലത വർദ്ധിപ്പിച്ചു. ബ്ലേസിന്റെ കഷണം ഒരു ജ്വാലയുടെ ആകൃതിയിലുള്ള രത്നമായി മാറി. അത് സംരക്ഷണ ഊഷ്മളതയോടെ കത്തിച്ചു. വില്ലോസ് അവൾക്ക് കൂടുതൽ ആഴത്തിലുള്ള ജ്ഞാനം നൽകിയ ഒരു തിളങ്ങുന്ന കോർണായി മാറി. നിങ്ങൾ പങ്കിടുന്ന ബന്ധമാണ് യഥാർത്ഥ നിധി, ഒരു മന്ദഹാസം പ്രതിധ്വനിച്ചു. നന്നായി സൂക്ഷിക്കുക.